ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലോകകപ്പ് ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഓൺലൈൻ ബുക്കിങ്ങിലായാലും തിയേറ്ററിലായാലും തിരക്ക് വളരെ കുറവാണ്. നിലവിൽ ബുക്ക് മൈ ഷോ ട്രെൻഡിങ്ങിൽ മികച്ച ബുക്കിംഗ് നടക്കുന്നത് ജനനായകൻ എന്ന തളപതി വിജയ് സിനിമയ്ക്കാണ്. എച്ച് വിനോദ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ജൂലൈ 23 തിയേറ്ററെത്തുന്ന ഈ സിനിമ തമിഴ്നാട്ടിൽ അഡ്വാൻസ് ബുക്കിംഗ് വഴിയുള്ള പ്രീസെയിൽ കളക്ഷൻ 5 കോടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ 2 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. വേൾഡ് വൈഡ് പ്രീസെയിലുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 20 കോടി മറികടന്നിരിക്കുകയാണ്. ചിത്രം തിയേറ്ററിലെത്താൻ 3 ദിവസം ബാക്കി നിൽക്കെ വമ്പൻ ട്രെൻഡിങ്ങോടെ ഈ സിനിമയുടെ ബുക്കിംഗ് തുടരുകയാണ്. ജൂലൈ 16 വ്യാഴാഴ്ച തിയേറ്ററിൽ മികച്ച ഹോളുകൾ നടത്തി മുന്നോട്ട് പോകുന്ന മലയാള സിനിമയാണ് വരവ്. ജോജു ജോർജ് നായകനായി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 3 ദിവസം കൊണ്ട് കേരളത്തിൽ 3 കോടി 23 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. 4-ാം ദിവസവും ആദ്യ ഞായറാഴ്ചയും കൂടിയായി ഇന്ന് ഈ സിനിമ കേരളത്തിൽ 1 കോടി 5 ലക്ഷം മുതൽ 1 കോടി 10 ലക്ഷം വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ 4 ദിവസം കൊണ്ട് 4 കോടി 30 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. 4 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 5.5-6 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. പൃഥ്വിരാജ് നായകനായി നിസാം ബഷീർ സംവിധാനം ചെയ്ത് ജൂലൈ 10 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഐ നോബഡി. ഈ സിനിമ 10-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 15,25,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 10 ദിവസം കൊണ്ട് 7 കോടി 25 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. 11-ാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 18-20 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 7 കോടി 45 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 15 കോടി റേഞ്ചിലാണ്. ചിദംബരം സംവിധാനം ചെയ്ത് ജൂൺ 19 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ബാലൻ. ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 3,80,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ കേരളത്തിൽ 18 കോടി 77 ലക്ഷം രൂപയാണ് 30 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി 23 കോടി 4 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 35 കോടി 95 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ജൂലൈ 3 തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് നാഗബന്ധം. ചിത്രം ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 15 ദിവസം കൊണ്ട് ആന്ധ്രയിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 8 കോടി രൂപയും തെലങ്കാനയിൽ 9 കോടി 80 ലക്ഷം രൂപയുമാണ്. അങ്ങനെ 17 കോടി 80 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ തെലുങ്ക് കളക്ഷൻ. കർണാടകയിൽ 2 കോടി 49 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ 1 കോടി രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി 25 കോടി 52 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 27 കോടി 24 ലക്ഷം രൂപയുമാണ്. നിലവിൽ സിനിമ പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ്. റാവു ബഹാദൂർ എന്ന സിനിമയുടെ 15 ദിവസത്തെ കളക്ഷൻ വിവരങ്ങളും വന്നിട്ടുണ്ട്. തെലങ്കാനയിൽ 4 കോടി 22 ലക്ഷം രൂപയും ആന്ധ്രയിൽ 2 കോടി 92 ലക്ഷം രൂപയും കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ 77,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഇന്ത്യൻ ഗ്രോസായി 8 കോടി 2 ലക്ഷം രൂപ നേടിയെടുത്ത ഈ സിനിമ വിദേശത്ത് 4 കോടി 20 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസായി 12 കോടി 22 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 10 കോടി 80 ലക്ഷം ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമ 5 കോടി 88 ലക്ഷം രൂപ മാത്രമേ ഷെയറായി ഇതുവരെ നേടിയെടുത്തിട്ടുള്ളൂ. ജൂലൈ 10 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ തെലുങ്ക് സിനിമയാണ് ലെനിൻ. ഈ സിനിമ ആന്ധ്രയിൽ 23 കോടി 29 ലക്ഷം രൂപയും തെലങ്കാനയിൽ 22 കോടി 76 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ 5 കോടി കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ 56 ലക്ഷം ഉൾപ്പെടെ 9 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 52 കോടി 9 ലക്ഷം രൂപയാണ്. വിദേശത്ത് 10 കോടി 3 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി ആദ്യ 9 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 62 കോടി 12 ലക്ഷം രൂപയാണ്. 24 കോടി 80 ലക്ഷം രൂപയ്ക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട ഈ സിനിമയ്ക്ക് 6 കോടിയോളം രൂപ ഷെയറായി ലാഭം കിട്ടിയിട്ടുണ്ട്. ജൂലൈ 17 തിയേറ്ററിലെ തെലുങ്ക് സിനിമയാണ് MRP നീഗന്ത നാഗന്ത. ഈ സിനിമ 2 ദിവസം കൊണ്ട് ആന്ധ്രയിൽ 1,96,000 രൂപയും തെലങ്കാനയിൽ 98,000 രൂപയും മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് കളക്ട് ചെയ്ത 1,05,000 ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി 3,99,000 രൂപ മാത്രമാണ് 2 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ജൂലൈ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ഓ സുകുമാരി. ഈ സിനിമ 2 ദിവസം കൊണ്ട് ആന്ധ്രയിൽ 42 ലക്ഷം രൂപയും തെലങ്കാനയിൽ 31 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി 2 ദിവസം കൊണ്ട് 74,50,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ജൂലൈ 10 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഇതേ മുരളി. ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 9 ദിവസം കൊണ്ട് കേരളത്തിൽ 30 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 17 കോടി 23 ലക്ഷം രൂപയും കർണാടകയിൽ 1 കോടി 81 ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 20 കോടി 91 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് നേടിയെടുത്ത 4 കോടി 85 ലക്ഷം ഉൾപ്പെടെ ലോകമെമ്പാടുമായി 25 കോടി 76 ലക്ഷം രൂപയാണ് ഇന്നലെ ശനിയാഴ്ച വരെ നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.